Hi dears, welcome to AGS BEd classes. I'm Radhika. Creating an inclusive school എന്നുള്ള കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതറിയാം, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ായിട്ട് കുറച്ച് ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടൊക്കെ പറഞ്ഞു. ഇത് അതിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ദ ബാരിയേഴ്സ് ടു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്തൊക്കെ ബാരിയേഴ്സ് ആണ് ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഉണ്ടാകുന്നത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. എന്താണ്? ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ മെയിൻ സ്ട്രീം എഡ്യൂക്കേഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അവരെ സെപ്പറേറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കാതെ, സൊസൈറ്റിയിൽ നിന്ന് വിട്ടു നിൽക്കാതെ അവരെ മറ്റുള്ള കുട്ടികളുടെ കൂടെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കാം. അപ്പൊ അതിന് എന്തൊക്കെ ബാരിയേഴ്സ്, എന്തൊക്കെ തടസ്സങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ. അപ്പൊ നമുക്ക് അതിന്റെ കണ്ടിന്യൂഷൻ എന്തൊക്കെ ബാരിയേഴ്സ് ആണ് എന്നുള്ളതിന്റെ കണ്ടിന്യൂഷൻ ഒന്നും കൂടെ നോക്കാം. Ways and means of promoting successful inclusion. ഓക്കെ, ഇപ്പൊ നമ്മൾ ബാരിയേഴ്സിനെ പറ്റി പറഞ്ഞു. കുറേ തടസ്സങ്ങളുണ്ട് അല്ലെ? എന്തൊക്കെ തടസ്സങ്ങളാണ്? ഇൻഫ്രാസ്ട്രക്ചറൽ ബാരിയേഴ്സ് ആർ ദയർ, ദെൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെ, അഡ്മിനിസ്ട്രേറ്റർ, ടീച്ചർ ആൻഡ് പിയേഴ്സ്, അവരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ കുറേ ബാരിയേഴ്സ് ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ബാരിയേഴ്സ് ആർ ദയർ, എ ലോട്ട് ഓഫ് ബാരിയേഴ്സ് ആർ ദയർ. ആൻഡ് ഹൗ ടു ഓവർകം these kinds of barriers. Overcoming the barriers in providing inclusive education. Changing negative attitudes. അതിൽ ഏറ്റവും പ്രധാനം എന്തായിരിക്കും? ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ, അതായത് പാരന്റ്സ്, ടീച്ചേഴ്സ്, പിയേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് ദി അതർ ഹയർ എഡ്യൂക്കേഷണൽ അതോറിറ്റീസ്, ഇവരുടെയൊക്കെ ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. അതായത് ഈ കുട്ടികളെ നമ്മൾ വേറെ സ്കൂളിൽ പഠിപ്പിച്ചാൽ മാത്രമേ അവർ നന്നാവുള്ളൂ, അല്ലെങ്കിൽ അതാണ് അവർക്ക് നല്ലത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്കും കൂടെ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫിയർ ആയിരിക്കാം ഇവർക്ക് എന്തെങ്കിലും പറ്റിപ്പോവും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു ഫിയറും ഈ ഒരു ഇൻക്ലൂസിവിറ്റി, ആ ഒരു ഹെസിറ്റൻസ് ആണ് ആദ്യം മാറേണ്ടത് അല്ലെ? അപ്പൊ ഈ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാറണം. A welcoming school environment begins with the changing stakeholder attitudes. അല്ലെ? അതായത് ടീച്ചർ ആറ്റിറ്റ്യൂഡ്, സ്റ്റുഡന്റ് ആറ്റിറ്റ്യൂഡ്, in the sense of friends or peers attitude, or the administrator attitude. Everyone's attitudes should be changed. Inclusive education benefits all students. അല്ലെ? എല്ലാ കുട്ടികളെയും വളരെ ബെനിഫിറ്റ് കിട്ടും അല്ലെ? വളരെയധികം നല്ലതാണ് ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ, ഇപ്പോൾ നോൺ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യാനും, സമൂഹം ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ അംഗീകരിച്ചേ പറ്റൂ എന്നുള്ള തോന്നലും, അല്ലെങ്കിൽ അവർക്കും കൂടെ ഉള്ളതാണ് ഈ വേൾഡ് എന്നുള്ള ഒരു തോന്നലൊക്കെ നോൺ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കിട്ടുന്നു, ഈ ഒരു നോഷൻ. ഓക്കെ, ത്രൂ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. Awareness must be raised on how inclusive practices help everyone. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് അല്ലെ, ഒരു ബോധവൽക്കരണം എല്ലാവർക്കും നൽകേണ്ടതായിട്ടുണ്ട്. ഇംപ്രൂവിംഗ് ഫിസിക്കൽ ആക്സസ് ആൻഡ് എൻവയറൺമെന്റ് അല്ലെ? നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞു വെച്ചാൽ ബിൽഡിംഗ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരണം. എന്തൊക്കെയാ അത്? ഫിസിക്കൽ ബാരിയേഴ്സ് ക്യാൻ ബി ഈസിലി റിമൂവ്ഡ് വിത്ത് റാംപ്സ്, ലിഫ്റ്റ്സ്, വൈഡ് പാസേജ് വേസ്, ആക്സസിബിൾ ടോയ്ലറ്റ്സ് ആൻഡ് പ്രോപ്പർ സീറ്റിംഗ് അല്ലെ? അതായത് റാമ്പ് കൊണ്ടുവരണം. ഇപ്പൊ വീൽ ചെയറിൽ വരുന്ന ആളുകൾക്ക് സ്റ്റെപ്പ് ആണെങ്കിൽ നമ്മുടെ സ്കൂളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ റാമ്പ് വെക്കണം. പിന്നെ മുകളിലൊക്കെ ക്ലാസ് എന്ന് വെച്ചാൽ ലിഫ്റ്റ് ഓർ എലിവേറ്റർ ഷുഡ് ബി തയ്യാർ. ദെൻ വൈഡ് പാസേജ് വേസ് അല്ലെ, കുറച്ചുകൂടെ വീതി കൂടിയ ഇടനാഴികൾ. ആക്സസിബിൾ ടോയ്ലറ്റ്, നമുക്കറിയാം ദിവ്യാംഗൻ ടോയ്ലറ്റ്സ് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതായത് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ്സ് ആണ്. അപ്പോൾ അവർക്ക് പ്രോപ്പർ സീറ്റിംഗ്സ് കൊടുക്കണം. പ്രോപ്പർ സീറ്റിംഗ്സ് ഇൻ ദ സെൻസ് ലൈക്ക്, ഇപ്പൊ ചിലപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സാധാരണ രീതിയിലുള്ള ബെഞ്ച് ഡെസ്കിലൊന്നും ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അവർക്ക് പ്രത്യേക രീതിയിലുള്ള സീറ്റിംഗ് ഷുഡ് ബി പ്രൊവൈഡഡ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കണം. യൂട്ടിലിറ്റീസ് ലൈക്ക് ക്ലീൻ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ഷുഡ് ബി യൂണിവേഴ്സലി അവൈലബിൾ. അതുപോലെ തന്നെ അവർക്ക് വേണ്ടത്ര ക്ലീൻ ആയിട്ടുള്ള വെള്ളം, ചിലപ്പോൾ അവർക്കൊരു പക്ഷെ എല്ലാവരും പോണ അവിടെ മീൻസ് പ്യൂരിഫയറിന്റെ അവിടെ പോയിട്ട് വെള്ളം കുടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല, അങ്ങനെ പോകാൻ അവർക്ക് പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള അവരിയ്ക്കുന്ന സ്ഥലത്തേക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാനും, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്കൂൾ അധികൃതർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. കരിക്കുലം ആൻഡ് അസസ്മെന്റ് റിഫോം, കരിക്കുലം അതിനനുസരിച്ച് മാറ്റേണ്ടി വരും ഫോർ ഇൻക്ലൂസിവിറ്റി. ദ കരിക്കുലം മസ്റ്റ് ബി റിലവന്റ് ആൻഡ് ഫ്ലെക്സിബിൾ അല്ലെ? അതായത് റിജിഡ് ആവരുത്.
എല്ലാവർക്കും ഒരുപോലത്തെ കരിക്കുലം ആയി കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ദേ ആർ ഡിഫറെന്റ്ലി ബിൽഡ് ബൈ പാത്ത്. ചൈൽഡ് സെന്റേർഡ് ടീച്ചിങ് ഷുഡ് റീപ്ലേസ് ഡിജിറ്റ് സബ്ജക്ട് സെന്റേർഡ് മോഡൽസ് അല്ലെ. അതായത് സബ്ജക്ട് സെന്റേർഡ് ആണ് ഇപ്പോഴും, അത് മാറി സ്റ്റുഡന്റ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം വേണം. അസസ്മെന്റ്സ് ഷുഡ് റിഫ്ലക്ട് വാട്ട് സ്റ്റുഡൻസ് ഹാവ് ലേൺ സപ്പോർട്ടിംഗ് ആൻഡ് സക്സസ് ഫോർ ഓൾ. കുട്ടികൾ എന്താണ് ലേൺ ചെയ്തത് എന്നതാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അസസ് ചെയ്യുമ്പോൾ ഏബിൾഡ് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ ഒരേ രീതിയിൽ കാണരുത്, ഒരേ ക്രൈറ്റീരിയ വെച്ചിട്ട് മാർക്ക് ഇടാൻ പാടില്ല. കാരണം ദൈവം തന്നെ അവരെ ഡിസേബിൾഡ് അല്ലെങ്കിൽ അവരെ ഒരു വേറെ രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സോ ഡിഫറെന്റ് ക്രൈറ്റീരിയൻസ് ഷുഡ് ഓൾസോ ബി നീഡഡ്. Increasing family involvement. Teachers should communicate with the parents, carers in simple language. അപ്പൊ ടീച്ചേഴ്സും പാരന്റ്സും തമ്മിൽ ഒരു നല്ല റാപ്പോ ക്രിയേറ്റ് ചെയ്യണം. Good relations with the social community leaders help promote inclusive education. അതുപോലെ തന്നെ community leaders and elected members like MLA, MP, പഞ്ചായത്ത് മെമ്പർ ഇവരൊക്കെ ആയിക്കോട്ടെ. അപ്പൊ അവരുമായിട്ട് ഒരു നല്ല റാപ്പോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ തന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിൽ നല്ലൊരു റോൾ തന്നെയുണ്ട്. അവരും they are also the stakeholders. Then ways and means of promoting inclusive education in schools. Explain that inclusive education benefits all learners. അല്ലെ, എല്ലാ കുട്ടികൾക്കും ബെനിഫിറ്റ് കിട്ടുന്നതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. Reflect inclusiveness in policies, curriculum, teacher training and support. അപ്പൊ അതുപോലെ തന്നെ ഇൻക്ലൂസീവ്നെസ് എന്തിലൊക്കെ കൊണ്ടുവരണം? പോളിസി മേക്കിംഗ് അല്ലെ, നയപ്രഖ്യാപനങ്ങളിൽ, കരിക്കുലത്തിൽ, ടീച്ചർ ട്രെയിനിങ്, സപ്പോർട്ട്, എല്ലാറ്റിലും ഇൻക്ലൂസിവിറ്റി ഷുഡ് ബി ദയർ. അപ്പോ ഇതൊക്കെ നടന്നാലാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വിൽ ബിക്കം പോസിബിൾ. Strengthen inclusive policies that address children vulnerable to marginalization. അതുപോലെ തന്നെ ഇൻക്ലൂസീവ് പോളിസീസ് അല്ലെ, അത് ഏത് രീതിയിലാണ് വേണ്ടത്? ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ അഡ്രസ് ചെയ്തിട്ടുള്ളതായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം ഇൻക്ലൂസീവ് പോളിസീസ്, അല്ലെങ്കിൽ അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. Allow flexibility in rules and training to enable individualized teaching and assessment. അതുപോലെ തന്നെ ട്രെയിനിങ്ങിന്റെ ഒക്കെ റൂൾസ് ഒക്കെ കുറച്ച് ഫ്ലെക്സിബിൾ ആവുക. ഓക്കെ, അതായത് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള അറ്റൻഷൻ കുട്ടികൾക്ക് കിട്ടണം. അതായത് എസ്പെഷ്യലി ഈ ഡിഫറെന്റ്ലി ആബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, ഓക്കെ, ഓർ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടിയാൽ മാത്രമാണ് അവർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റൂ. Train teachers to be child friendly, flexible and non-discriminatory. ടീച്ചേഴ്സിനെ ചൈൽഡ് ഫ്രണ്ട്ലി ആക്കുക, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആക്കുക, നോൺ ഡിസ്ക്രിമിനേറ്ററി ടീച്ചേഴ്സ് ഒരിക്കലും എന്താണ് കുട്ടികൾക്കിടയിൽ വേർതിരിവ് ഏബിൾഡ് ഓർ ഡിസേബിൾഡ് എന്നുള്ള രീതിയിലോ മറ്റേത് രീതിയിലായാലും പാടില്ല. പക്ഷെ ഈ ഒരു രീതിയിൽ ഒരു വേർതിരിവ് ഒരിക്കലും കാണിക്കാൻ പാടില്ല. Mobilize external support to strengthen schools and teachers. അതുപോലെ തന്നെ സ്കൂളിനൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എക്സ്റ്റേണൽ സപ്പോർട്ട് നമ്മൾ പറഞ്ഞില്ലേ, എലക്ടഡ് മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ സ്കൂളിനൊക്കെ സപ്പോർട്ട് ചെയ്യാം. യുനെസ്കോസ് റോൾ. യുനെസ്കോ ഹെൽപ്സ് build understanding and supports practical application of inclusive principles through governments, schools and teachers to ensure no learner is left behind. അല്ലെ, ഒരു ലേണറിനെ ഒഴിവാക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ള എഡ്യൂക്കേഷനും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ യുനെസ്കോ പറയുന്നുണ്ട് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സപ്പോർട്ട്സ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഇൻക്ലൂസീവ് പ്രിൻസിപ്പിൾസ്. അല്ലെ, ഈ ഇൻക്ലൂസീവ് പ്രിൻസിപ്പിൾസ് ഇവരെ ഉൾപ്പെടുത്താനുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം സപ്പോർട്ട് ചെയ്യണം ത്രൂ ഗവൺമെന്റ്സ്. ആരാ സപ്പോർട്ട് ചെയ്യേണ്ടത്? ഗവൺമെന്റ്, സ്കൂൾ ആൻഡ് ടീച്ചേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണത്? ടു എൻഷുർ ഓക്കെ നോ ലേണർ ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ്. അല്ലെ, നോ ലേണർ ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ്. ഒരു കുട്ടി പോലും പിന്നോട്ടായി പോകുന്നില്ല എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് പോലും മെയിൻ സ്ട്രീം എഡ്യൂക്കേഷൻ കിട്ടാതെ വരുന്നില്ല എന്ന് സ്കൂൾ അധികൃതരും ഗവൺമെന്റും ടീച്ചേഴ്സും ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് യുനെസ്കോ പറയുന്നത്. അതിനുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും ഒക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. Ensuring community involvement. കമ്മ്യൂണിറ്റിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? Community members must be encouraged to actively support inclusion through time and resources. അല്ലെ, അവരുടെ ടൈം അതുപോലെ തന്നെ റിസോഴ്സസ് ഒക്കെ വെച്ചിട്ട് അവർക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എൻകറേജ് ചെയ്യാൻ പറ്റും. Retaining educational personnel.
All staff, including administrators, need to understand and adopt inclusive education principles. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്സും മനസ്സിലാക്കണം ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്നുള്ളത്. റീറ്റെയിനിങ് മസ്റ്റ് ഇൻവോൾവ് മിനിസ്റ്റേഴ്സ്, NGOs ആൻഡ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്സ്. ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ട ആളുകൾ? മിനിസ്ട്രീസ്. അവർക്കും ഉന്നത തലത്തിലുള്ള ആളുകൾക്കും ഇത് ഈ രീതിയിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ അതിനകത്ത് താഴേക്കിടയിലേക്ക് എത്തുള്ളൂ. അതുപോലെ NGOs, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്. അപ്പൊ ഇവരെല്ലാ രീതിയിലും ഇവരെല്ലാം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനെ സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വിൽ ബിക്കം പോസിബിൾ. പോളിസി ചേഞ്ചസ് ബൈ ഗവൺമെന്റ്. ഗവൺമെന്റ് നയങ്ങൾ മാറ്റണം. അതായത് കുറെ റൂൾസ് ഒക്കെ ചിലപ്പോൾ പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും ഫോർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. എന്താ കാരണം? ഗവൺമെന്റ് മസ്റ്റ് വ്യൂ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആസ് എ ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂ. ഇതൊരു ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂ ആയിട്ട്, അതായത് മാനുഷിക അവകാശമാണ്. കാരണം ഒരു കുട്ടിക്ക് അവകാശമുണ്ട് എന്താണ്? വിദ്യാഭ്യാസം ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഈക്വാലിറ്റി 14 വയസ്സ് വരെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള വിദ്യാഭ്യാസം ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു റൈറ്റ് ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും ഉണ്ട്. Policies should reflect inclusive principles and support structural reform if needed. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിയമങ്ങളൊക്കെ കുറച്ചൊന്ന് റീഫോം ചെയ്യേണ്ടി വരും. ഓക്കെ. Capacity building among teachers and stakeholders to inclusive education. ഇനി ആരൊക്കെയാണ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ്? അവരുടെ കപ്പാസിറ്റി എങ്ങനെയൊക്കെയാണ് മാറേണ്ടത്? Stakeholders include administrators, teachers, regular and special educators. ടീച്ചേഴ്സ് പറഞ്ഞു വെച്ചാൽ റെഗുലർ ടീച്ചേഴ്സ് ആവും, അല്ലെങ്കിൽ എന്താണ് സാധാരണ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ ഈ രീതിയിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്. ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ട്രെയിനിങ് കിട്ടിയ ടീച്ചേഴ്സ്, ദാറ്റ് ഇസ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്. സപ്പോർട്ട് സ്റ്റാഫ്. Okay, and support staff, non-teaching staff in the school or college. Then parents of all students, parents of all the able and disabled children, students with and without disabilities, community members, elected representatives like MLA, MP, etc. Their coordinated effort. ഇവരെല്ലാവരുടെയും ഒരു ആകത്തുക അല്ലെങ്കിൽ ഇവരുടെ എഫേർട്ടിന്റെ ഒരു ആകത്തുകയാണ് നമുക്ക് ആവശ്യം. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ടു സക്സീഡ്. ഇതൊരു വിജയമാകണമെങ്കിൽ, അത് തുടരണമെങ്കിൽ ഇവരുടെ എല്ലാം, ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ എല്ലാം ഒരു സപ്പോർട്ട്, ഒരു collective support is needed. Then government funding, example through SSA വഴി, സർവ ശിക്ഷാ അഭിയാൻ വഴിയുള്ള ഫണ്ടിങ് must be matched with the capacity building among these stakeholders. അപ്പൊ അതുകൊണ്ട് തന്നെ ബിൽഡിങ്ങും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ മാറ്റാനായിട്ട് പറ്റും. ഒരു പക്ഷേ എന്താണ് ടീച്ചർ പ്യൂപ്പിൾ റേഷ്യോ കുറയ്ക്കാനായിട്ട് പറ്റും. കുറച്ച് കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാക്കി മാറ്റാൻ പറ്റും. അപ്പൊ അതൊക്കെ എന്തിനു വേണ്ടിയിട്ട് സഹായിക്കുന്നു? ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാനായിട്ട് കുട്ടികൾക്ക്. അപ്പൊ നമുക്കറിയാം മറ്റുള്ള കുട്ടികളെ ശ്രദ്ധിക്കുന്ന പോലെ ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ ഇവർക്ക് ഒരു ലോൺലിനെസ് ഒക്കെ ഫീൽ ചെയ്യും. അപ്പൊ ഇവർക്കൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ തന്നെ വേണം. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ചെയ്തിരിക്കണം. എസ്പെഷ്യലി ഫണ്ടിങ്, ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ മാറ്റാനായിട്ട്. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങളിലും ഒരു മാറ്റം അനിവാര്യമാണ്. Capacity building among teachers to inclusive education. Pre-service training. അപ്പോൾ ടീച്ചേഴ്സിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും? പ്രീ സർവീസ് ട്രെയിനിങ്. അതായത് ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രീ സർവീസ് ട്രെയിനിങ്. അതായത് നിങ്ങൾ സർവീസിൽ കയറിയിട്ടില്ല, യു ആർ നോട്ട് ടീച്ചേഴ്സ് ബട്ട് യു ആർ ഗോയിങ് ടു ബിക്കം ടീച്ചേഴ്സ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ നടക്കുന്ന ഈ BEd ആണ് പ്രീ സർവീസ് ട്രെയിനിങ്, സർവീസിന് കയറുന്നതിന് മുമ്പുള്ള ട്രെയിനിങ്. In India, pre-service training in a special education mainly occurs at secondary level. പക്ഷേ ഇന്ത്യയിലെ വളരെ കുറച്ചേ ഉള്ളൂ. മാത്രമല്ല സെക്കൻഡറി ലെവലിൽ മാത്രമാണ് ഈ പ്രീ സർവീസ് ട്രെയിനിങ് നടക്കുന്നത്, ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. 159 institutes provide this, but only 11 institutes after training at the elementary level. അതുപോലെ തന്നെ 159 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അതായത് ടു ട്രെയിൻ ദി സ്പെഷ്യൽ ചിൽഡ്രൻ. പക്ഷെ അതിൽ 11 ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ് എലിമെന്ററി ലെവൽ ട്രെയിനിങ്ങിനായിട്ടുള്ളത്. അതായത് ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ വെരി ലെസ് ഇൻ ഇന്ത്യ. The Rehabilitation Council of India, that is RCI, oversees course development. അതായത് course curriculum should also be maintained or reformed accordingly. Bhoj University, Bhopal offers BEd special education through distance learning, including a postgraduate diploma equivalent to BEd or SEDE.
അതായത് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ മോഡല് ഒരു BEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ എന്താണുള്ളത്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, ഓക്കെ, BEd SEDE, ഇവരുടെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇൻ ഡിസ്റ്റന്റ് മോഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും ഭോജ് യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എല്ലാം എന്തിനു വേണ്ടിയിട്ട് സഹായിക്കും, ടീച്ചേഴ്സിന് കുറച്ചും കൂടെ റിഫോംഡ് ആവാനായിട്ട്. ദേ ആർ അഡാപ്റ്റബിൾ ടു ദി സ്പെഷ്യൽ കൈൻഡ് ഓഫ് ചിൽഡ്രൻ. ഓക്കെ, ദെൻ ഇൻ സർവീസ് ട്രെയിനിങ് അണ്ടർ സർവ ശിക്ഷ അഭിയാൻ. ഇനി എന്തൊക്കെയാണ് ഇൻ സർവീസ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻ സർവീസ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെയുള്ള ട്രെയിനിങ്. അതായത് ഇടയ്ക്ക് ഇപ്പൊ നമുക്കറിയാം ടീച്ചേഴ്സ് ഒക്കെ ട്രെയിനിങ്ങിന് പോകും, നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെയാണ്. അതുപോലെ അല്ലെ, നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനാണെന്ന് പറഞ്ഞില്ല, അതൊക്കെ ഇൻ സർവീസ് ട്രെയിനിങ്സ് ആണ്. പുതിയൊരു കരിക്കുലം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ട്രെയിനിങ് ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ വർഷവും ദേ ഷുഡ് ഹാവ് ടു അറ്റൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ്. ഓക്കെ, അപ്പൊ ഈ ഇൻ സർവീസ് ട്രെയിനിങ്സ് അണ്ടർ സർവ ശിക്ഷ അഭിയാൻ. Inclusive education is part of the 20-day mandatory in-service training for elementary teachers under SSA. അപ്പൊ SSAയുടെ കീഴിലായിട്ട് ഒരു 20 ദിവസം നീളുന്ന മാൻഡേറ്ററി ട്രെയിനിങ് ഈ ടീച്ചേഴ്സ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമാണ് അവർക്ക് ഇവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കൂ, ഇവരെങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാവുള്ളൂ. 3 to 7 day exclusive training programs or inclusive education have been conducted additionally. ഇതിന് പുറമെ 3 to 7 എക്സ്ക്ലൂസീവ് ട്രെയിനിങ് പ്രോഗ്രാംസ്. ഓക്കെ, അപ്പം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള വേറെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ്. അത് 3 to 7 days ആണുള്ളത്. അത് അഡീഷണൽ ആയിട്ട് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യണം. Over 2.45 million teachers trained with a 2-3-day capsule on inclusion. അതുപോലെ തന്നെ നമുക്കറിയാം 2.45 million ടീച്ചേഴ്സ്. ഓക്കെ, ഇത് വീണ്ടും ചുരുക്കിയിട്ട് 2-3 ദിവസത്തേക്ക് ക്യാപ്സ്യൂൾ പരുവമാക്കിയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 1.4 million teachers received 3 to 5 days additional training focused on inclusive education. പിന്നെ കുറച്ചും കൂടെ ആളുകൾ 1.4 അതിനേക്കാൾ കുറവ് ആളുകളാണ് 3 to 5 days അഡീഷണൽ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. Then 39,816 teachers trained for 45 days in collaboration with the Rehabilitation Council of India to act as resource persons. 39,816 resource persons are there. Okay, they are trained in collaboration with RCI. Then 6,147 resource teachers appointed across 23 states. Okay, among them 671 NGOs involved in 31 states. അപ്പോൾ ഇത്രയും റിസോഴ്സ് ടീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ 671 NGOs, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. Then capacity building among pupils and their peers. ഇനി നമുക്കറിയാം കുട്ടികളിലും അവരുടെ പിയേഴ്സ് ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരണം. Peer groups must be sensitized to welcome and support CWSN, that is children with special needs. ഇവരെ സപ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കണം, അല്ലെ? അങ്ങനെയാണ് നല്ല ഫ്രണ്ട്സ്. Negative responses such as pity, bullying or avoidance can be reduced through awareness and attitude change. അപ്പൊ ഇവരെ ഒരു പാരന്റ്സും അതുപോലെ തന്നെ ടീച്ചേഴ്സും ട്രെയിൻ ചെയ്യിപ്പിക്കണം ഹൗ ടു ബിഹേവ് ടുവാർഡ്സ് ദീസ് ഡിഫറെന്റ്ലി ആബിൾഡ് ചിൽഡ്രൻ. ഓക്കെ, അവരുടെ അടുത്ത് സഹതാപവും പറ്റില്ല, അവരെ കളിയാക്കാനും പറ്റില്ല. ഓക്കെ, രണ്ടും ഡേഞ്ചറസ് ആണ്. അവരെ ഒരു ഫ്രണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഇവരുടെ പോലെ ഒരു ആളുകളായിട്ട് കണ്ടാൽ മതി. Emphasis on mutual benefits of inclusion for both CWSN and non-disabled peers. അതുപോലെ തന്നെ ഇവരെയും അതുപോലെ ഇവര് തമ്മിൽ മ്യൂച്വൽ, അല്ലെ, രണ്ടുപേർക്കും മ്യൂച്വൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് ഇവരുമായിട്ട് ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ. ഓക്കെ, അതായത് ഈ കുട്ടികളുടെ നീഡ്സ് എന്താണ്, ഇങ്ങനെ ആളുകളുണ്ട് സമൂഹത്തിൽ. ഓക്കെ, ഇറ്റ്സ് എ ഗ്രേറ്റ് അവയർനെസ് ഫോർ ദ നോൺ ഡിസേബിൾഡ് ചിൽഡ്രൻ. അപ്പൊ അവരുമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. And they should have to live in a society where such people are living. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് they can include or they can accommodate or they can sensitize such people in future. അപ്പൊ ഈ രീതിയിലുള്ള ബെനിഫിറ്റ്സ് രണ്ട് കൂട്ടർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഷുഡ് ബി ദെയർ ബിറ്റ്വീൻ ബോത്ത് ഏബിൾഡ് ആൻഡ് ഡിസേബിൾഡ് ചിൽഡ്രൻ. ദെൻ എമംഗ് പാരന്റ്സ് എന്തൊക്കെ ചെയ്യണം? Parents of CWSN may prefer special schools for individual attention. ഇനി
അവര് സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ സ്പെഷ്യൽ സ്കൂൾസിലാണ് കൊണ്ടയാക്കുന്നത്. കാരണം ആ കുട്ടിക്ക് നല്ല അറ്റൻഷൻ കിട്ടൂലോ. മറ്റടുത്താണെങ്കിൽ നന്നായിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടാവും, അപ്പൊ ഇവരെ ശ്രദ്ധിക്കാനൊന്നും ടീച്ചേഴ്സിന് പറ്റില്ല എന്നൊക്കെ ഒരു തോന്നല്. ഇറ്റ് ഈസ് ദെയർ ഫോർ ടീച്ചേഴ്സ്. Then parents of non-disabled children may fear negative influence or slower academic progress. പിന്നെ നമുക്കറിയാം ഈ നോൺ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് തോന്നും, കുട്ടികൾക്ക് തോന്നും, അയ്യോ എനിക്ക് പറ്റുണ്ടാവില്ല, അവരുടെ കൂടെ പഠിച്ചെടുക്കാൻ പറ്റുണ്ടാവില്ല. Such fear will be there in the mind of these people. Then proper orientation reduces apprehensions and promote cooperation. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ഓറിയന്റേഷൻ കൊടുക്കുക. ഓക്കെ, അതായത് പാരന്റ്സിന് നല്ലൊരു ഓറിയന്റേഷൻ കൊടുക്കുക, പാരന്റ്സ് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. Among school then administrators, then ensuring physical accessibility, ramps, proper lighting, curtains, അല്ലെ, ഈ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ക്രിയേറ്റിംഗ് ബാരിയർ ഫ്രീ എൻവയറൺമെന്റ് ആൻഡ് പ്രൊമോട്ടിംഗ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ്, അല്ലെ, ഒരു തടസ്സങ്ങളില്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ, സ്കൂൾ അറ്റ്മോസ്ഫിയർ ഈ തരത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കുക, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെ ഉണ്ടാക്കിയെടുക്കുക. Administrators must lead by example in fostering inclusive education. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അല്ലെ, അതായത് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരു നല്ല എക്സാമ്പിൾ തന്നെ ആയിത്തീരണം, അല്ലാതെ നല്ല രീതിയിൽ തന്നെ അവർ പ്രവർത്തിക്കണം. Then characteristics or features of inclusive education. എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ? Integrates all children regardless of differences into regular classrooms, അല്ലെ, അതായത് എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തുന്നു. ഓക്കെ, ഒരു ക്ലാസ് റൂം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറൻസും ഇല്ലാതെ എല്ലാ കുട്ടികളെയും എന്ത് ചെയ്യുന്നു, ഈ മെയിൻ സ്ട്രീം എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവരുന്നു. Rejects exclusion, avoids separate special classes. ഇവർക്ക് സെപ്പറേറ്റ് ക്ലാസ് വേണം, സെപ്പറേറ്റ് സ്കൂൾ വേണം എന്ന ആശയത്തെ എതിർക്കുന്നു. Removes learning barriers, promotes least restrictive environment, അല്ലെ. ഇപ്പൊ നമ്മൾ നേരത്തെ കുറെ തടസ്സങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞ വീഡിയോയില്. അപ്പൊ ആ തടസ്സങ്ങളെല്ലാം നീക്കി ഒരു ഇൻക്ലൂസീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്നു. Uses differentiated instruction, PBIS, and universal designing for learning, that is UDL. അതായത് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷനും, അതായത് രണ്ടുപേർക്കും ഉള്ള രീതിയിൽ, രണ്ടുപേർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള, രണ്ടുപേർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ അവിടെ കൊണ്ടുവരുന്നു. അതായത് യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ്, അല്ലെ, അതായത് എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന തരത്തിലുള്ള ഒരു ലേണിംഗ് പ്രോഗ്രാം. Ensures support services like speech therapy inside classrooms, അല്ലെ, സ്പീച്ച് തെറാപ്പി ഒക്കെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. Eliminates cultural and religious exclusion. ഇത് മാത്രമല്ല, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളത് മാത്രമല്ല, കൾച്ചറൽ, ചിലപ്പോൾ നമുക്ക് തോന്നും വേറെ സംസ്ഥാനത്തുള്ള കുട്ടികൾ ഇവിടെ വേണ്ട, അല്ലെ, വേറെ കൾച്ചറിലുള്ള കുട്ടികൾ ഇവിടെ വേണ്ട. അപ്പൊ അതൊക്കെയും എന്താണ്, ഈ കൈൻഡ് ഓഫ് എക്സ്ക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. അതുപോലെ തന്നെ റിലീജിയസ്, അല്ലെ, ഈ മതത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ ഇവിടെ പഠിക്കാൻ പാടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എക്സ്ക്ലൂഷൻ. അപ്പൊ ആ ഒരു രീതിയിലും ഒരിക്കലും നമുക്ക് എക്സ്ക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. വി ഷുഡ് ഹാവ് ടു പ്രൊമോട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റെഡ് ബൈ ഇൻക്ലൂഡിങ് ഓൾ കൈൻഡ്സ് ഓഫ് സ്റ്റുഡൻസ്. ഫോക്കസസ് ഓൺ ഇൻഡിവിജ്വലൈസ്ഡ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്, അല്ലെ. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ വ്യക്തിക്കും ഉള്ള ഹോളിസ്റ്റിക് ആയിട്ട്, ഹോളിസ്റ്റിക് പറഞ്ഞു വെച്ചാൽ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. ബിൽഡ്സ് റെസ്പെക്ട് ആൻഡ് സെൽഫ് വർത്ത് അമംഗ് ഓൾ സ്റ്റുഡൻസ്. എല്ലാ കുട്ടികൾക്കും ഒരു സെൽഫ് വർത്ത്, അല്ലെ, ഒരു സ്വയം ഒരു വർത്ത്, മൂല്യമൊക്കെ തോന്നും. യൂസസ് കോ ടീച്ചിങ് ആൻഡ് IEPS aligned with academic standards. അതുപോലെ തന്നെ കോ ടീച്ചിങ്, അക്കാഡമിക് സ്റ്റാൻഡേർഡ്സിന്റെ കൂടെ ഇവർക്ക് കുറച്ച് ട്രെയിനിങ്ങും അതുപോലെ തന്നെ വേറെ കുറെ വൊക്കേഷണൽ ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, that is, it will be so beneficial for these children. Okay, value all students equally. എല്ലാ കുട്ടികളും ഒരുപോലെയാണ്, അവരെ ഈക്വൽ ആയിട്ട് തന്നെ കാണുക. റെഡ്യൂസ്, അതായത് നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കുന്നത് നാളെ നിങ്ങൾ ടീച്ചേഴ്സ് ആയി കഴിഞ്ഞ ഈ രീതിയിലാണ് പെരുമാറേണ്ടത് കേട്ടോ. ഇങ്ങനെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ വരികയാണെങ്കിൽ അവരോട് ഓവർ സിമ്പതി കാണിക്കാൻ പറ്റില്ല. അപ്പൊ അത് അവർക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നും. അവരെ അറ്റൻഡ് ചെയ്യാതിരിക്കാനും പാടില്ല. ഓക്കെ, അവരെ ശ്രദ്ധിക്കുകയും വേണം, എന്നാൽ ഓവറായിട്ട് ശ്രദ്ധിക്കാനും പാടില്ല. Reduce exclusion and promote participation.
അല്ലെ? എക്സ്ക്ലൂഷൻ ഒഴിവാക്കി അവരെ എല്ലാ രീതിയിലും അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക ഫോർ ഓൾ ദി ആക്ടിവിറ്റീസ്. എൻഷുർ ആക്സസിബിലിറ്റി, എല്ലാവർക്കുമുള്ള എഡ്യൂക്കേഷണൽ ആക്സസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക. അഡാപ്റ്റ് ടീച്ചിങ് ആൻഡ് ഇവാലുവേഷൻ, ടീച്ചിങ് ആൻഡ് ഇവാലുവേഷൻ അവർക്കൊക്കെ അതായത് സാധാരണ ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ടീച്ച് ചെയ്യുന്ന പോലെയല്ല, ഇവർക്കും കൂടെ ഇവരെയും കൂടെ അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടീച്ചിങ് മെത്തേഡും ഇവാലുവേഷൻ മെത്തേഡും എക്സാമും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. സപ്പോർട്ട് സർവീസസ് ഷുഡ് ബി അവൈലബിൾ. ഓക്കെ, ഇവരെ സപ്പോർട്ട് ചെയ്യാനുള്ള സർവീസസ് ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചറൽ സർവീസസ് അല്ലെ, അതൊക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഫോക്കസ് ഓൺ സ്റ്റുഡൻസ് എബിലിറ്റീസ് അല്ലെ, കുട്ടികളുടെ കഴിവുകളിൽ ഫോക്കസ് ചെയ്യാം, നോട്ട് ദ സബ്ജക്ട്. ഓക്കെ, സെറ്റ് ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് ഗോൾസ്, ഓരോ കുട്ടിക്കും ഓരോ ലേണിംഗ് ഗോൾസ് വെക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ കുട്ടിയും ഓരോ രീതിയിലാണ് ഡെവലപ്പ് ആവേണ്ടത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പ്രൊമോട്ട് ഈക്വൽ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ തുല്യവും ക്വാളിറ്റി ഉള്ളതുമായിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം. എലിമിനേറ്റ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എമംഗ് ഡിസേബിൾഡ് ഓർ മാർജിനലൈസ്ഡ് സ്റ്റുഡൻസ്. നമുക്കറിയാം ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു കോംപ്ലക്സ് ഉണ്ടാവും അല്ലെ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും. അത് നമ്മൾ ഒഴിവാക്കണം. കാരണം അവരും മറ്റുള്ളവർക്ക് ഒപ്പം ഈക്വൽ ആണ് എന്ന് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. സപ്പോർട്ട് ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ലെ, അവരുടെ ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുക ആസ് സ്റ്റേക്ക് ഹോൾഡർ. റെഡ്യൂസ് സോഷ്യൽ കൾച്ചറൽ ആൻഡ് റിലീജിയസ് ബാരിയേഴ്സ് അല്ലെ, ഈ രീതിയിലുള്ള ഒരു ബാരിയറും സ്കൂളിൽ ഉണ്ടാവാൻ പാടില്ല. ലോവർ ദ ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഇൻ സ്കൂൾസ്, അതായത് ഇങ്ങനത്തെ കുട്ടികളൊന്നും പഠിപ്പ് നിർത്തി പോവാൻ പാടില്ല. പഠിപ്പ് നിർത്തി പോവുകയാണെങ്കിൽ അതിന്റെ മീനിങ് സംതിങ് ഈസ് മിസ്സിംഗ് ഇൻ ദി സ്കൂൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂൾ ഷുഡ് ബി പെർഫെക്റ്റ്. ബെനിഫിറ്റ്സ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ്. ഓക്കെ, അപ്പം കുട്ടികൾക്ക് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുന്നത് ത്രൂ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് ഫ്രണ്ട്ഷിപ്സ് അല്ലെ, അപ്പൊ അവർക്ക് തോന്നും ഓ ഇത് എന്റെയും കൂടെ സ്കൂളാണ് അല്ലെ, ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. അപ്പൊ അത് എ കൈൻഡ് ഓഫ് ജോയ് ഈസ് ദയർ ഫോർ ദിസ് സ്റ്റുഡൻസ്. പിയർ ട്യൂട്ടറിങ് ആൻഡ് ചൈൽഡ് ടു ചൈൽഡ് ലേണിംഗ് അല്ലെ, ഇപ്പോ മറ്റുള്ള കുട്ടികളിൽ നിന്ന് അവർക്ക് പഠിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ചൈൽഡ് ടു ചൈൽഡ് ലേണിംഗ് ഈസ് ഹാപ്പനിങ് ദയർ. ഇംപ്രൂവ്ഡ് അക്കാഡമിക് പെർഫോമൻസ്, അക്കാഡമിക് പെർഫോമൻസ് അവർക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ബിക്കോസ് പിയർ ടീച്ചിങ് ഉണ്ടാവും അല്ലെ, അതായത് അവരുടെ കൂടെയുള്ള കുട്ടികൾ തന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി എ ലിറ്റിൽ ബിറ്റ് കംഫർട്ടബിൾ ഫോർ ദം. എൻഹാൻസ്ഡ് സോഷ്യൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലെ, അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ബെനിഫിഷ്യൽ ഫോർ ചിൽഡ്രൻ വിത്ത് ഓട്ടിസം. ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് സാധാരണ മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യില്ല. അപ്പൊ ഇങ്ങനെ മിങ്കിൾ ചെയ്യുമ്പോൾ അവർക്ക് കുറെ മാറ്റങ്ങൾ വരും. ദേ വിൽ ബിക്കം സോഷ്യബിൾ. Then increased motivation and learning opportunities. They will be motivated. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും in school, in inclusive schools. Support in achieving individual goals. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഗോൾസ് അല്ലെ, വ്യക്തിഗത നേട്ടങ്ങളിലും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും. എൻകറേജസ് പാരന്റൽ ഇൻവോൾവ്മെന്റ് അല്ലെ, പിന്നെ അതുപോലെ തന്നെ പാരന്റ്സിന്റെ ഇതിലുള്ള ഇൻവോൾവ്മെന്റ് കൂട്ടാൻ പറ്റും. കാരണം അവർ വിചാരിക്കണം കുട്ടികളെ എവിടെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഇവിടെ പഠിച്ച കുട്ടി നല്ലതാണോ, നല്ലതായി വരും, ചീത്തയായി വരും, ഈ കാര്യങ്ങളൊക്കെ എവറിത്തിങ് ഷുഡ് ബി കെയർഡ് ബൈ പാരന്റ്സ്. ഫോർ നോൺ ഡിസേബിൾഡ് സ്റ്റുഡൻസിന് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? പ്രൊമോട്ട്സ് അണ്ടർസ്റ്റാൻഡിങ് ടോളറൻസ് ആൻഡ് ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെ, അവർക്ക് ഇതുപോലെ മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ പ്രോബ്ലംസ് അല്ലെ, അവർക്ക് ടോളറൻസ് പഠിയും, സഹനശക്തി പഠിയും, ആൻഡ് ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെ, എവിടെ എങ്ങനെ പെരുമാറണം എന്നുള്ള ആ ഒരു വിവേകം അവർക്ക് കൈവരും. ഡൈവേഴ്സിറ്റി അപ്രീസിയേഷൻ, അതായത് ഡൈവേഴ്സിറ്റി നമ്മുടെ ഇന്ത്യയുടെ പോളിസി തന്നെ, പ്രിൻസിപ്പിൾ തന്നെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ്. എല്ലാ രീതിയിലുള്ള ആളുകളെയും നമ്മൾ ഉൾക്കൊള്ളണം. എൻകറേജസ് റോൾസ് ലൈക്ക് ഹെൽപ്പേഴ്സ്, റീഡേഴ്സ്, സ്ക്രൈബ്സ് അല്ലെ, ഇവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. സോ ഈ കൈൻഡ് ഓഫ് മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഷുഡ് ബി ദയർ. കുട്ടികളെ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെയാണ് പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് സാറ്റിസ്ഫാക്ഷൻ ഫോർ ദം. പിന്നെ അവർക്ക് വേണ്ടി വായിച്ചു കൊടുക്കാം, അവർക്ക് സ്ക്രൈബ് ആയിട്ട് എക്സാം എഴുതാൻ പോവാം. സോ ദേ ക്യാൻ ഡു ഓൾ ദീസ് റോൾസ് ടു ദീസ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ.
Then for ടീച്ചേഴ്സിന് എന്തൊക്കെ മാറ്റങ്ങൾ വരാം അല്ലെങ്കിൽ അവരുടെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? എൻഹാൻസസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, അല്ലെ? എല്ലാവരും ഒരുപോലെയല്ല, എന്തൊക്കെ തരത്തിലുള്ള ആളുകളുണ്ട് എന്നുള്ള ഒരു അവയർനെസ്, അല്ലെ, ടീച്ചേഴ്സിന് കിട്ടുന്നു. പ്രൊമോട്ട്സ് ഇന്നോവേറ്റീവ് ടീച്ചിങ് മെത്തേഡ്സ്, അല്ലെ? ഇന്നോവേറ്റീവ്, ഓരോ ദിവസവും ടീച്ചർ ഇങ്ങനെ മുരടിച്ചു പോകില്ല. ഇവര് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള പല പല രീതികൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ എ കൈൻഡ് ഓഫ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നൂതനമായിട്ടുള്ള, അല്ലെ, കുറെ കാര്യങ്ങൾ ടീച്ചർക്ക് ടീച്ചിങ്ങിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഇംപ്രൂവ്സ് ഹോളിസ്റ്റിക് പെർസെപ്ഷൻ ഓഫ് ലേണിംഗ് എൻവയറൺമെന്റ്സ്, അല്ലെ? ഒരു ഓവറാൾ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പെർസെപ്ഷൻ, അല്ലെ, ഒരു കാഴ്ചപ്പാട് ടീച്ചർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ നമ്മൾ ഈ ചാപ്റ്ററിന്റെ കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അഡ്രസ്സസ് ആറ്റിറ്റ്യൂഡിനൽ, സിസ്റ്റമിക് ആൻഡ് ഇൻസ്ട്രക്ഷണൽ ബാരിയേഴ്സ്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഓൾ ദീസ് 3 types of barriers are there for inclusive education. Major challenges include rigid curriculum, high teacher pupil ratios, inadequate training, poor implementation of inclusive policies, അല്ലെ? ഓർമ്മല്ലേ പോയിന്റ്സ് ഒക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. Inclusion must shift education from economically driven to child-centered, promoting flexibility and human dignity, അല്ലെ? അതായത് കരിക്കുലം, എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ഫ്ലെക്സിബിൾ ആയിരിക്കണം, അതുപോലെ ചൈൽഡ് സെന്റേർഡ് ആയിരിക്കണം, അതുപോലെ തന്നെ ഇക്കണോമിക്കലി ഡ്രിവൺ, അല്ലെ? വെറും കച്ചവട തന്ത്രം മാത്രമല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ, ഹ്യൂമൻ ഡിഗ്നിറ്റി കൂടെയാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ലൈക്ക് ടീച്ചേഴ്സ്, പിയേഴ്സ്, പാരന്റ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ, ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ളത്. മസ്റ്റ് വർക്ക് ടുഗദർ ടു എൻഷുർ ട്രൂ ഇൻക്ലൂഷൻ. ഇവരെല്ലാവരും ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ മാത്രമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വിൽ ബിക്കം പോസിബിൾ. അപ്പോൾ ഹോപ്പ് ദിസ് ചാപ്റ്റർ ഈസ് അണ്ടർസ്റ്റുഡ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസ് ഓർ ഡൗട്ട്സ്, യു ക്യാൻ ആസ്ക് മീ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ത്രൂ കമന്റ്സ് ആൻഡ് മെസ്സേജസ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ യു വിൽ ബിക്കം ഓർ യു ആർ ഗോയിങ് ടു ബിക്കം ടീച്ചേഴ്സ് ഇൻ ഫ്യൂച്ചർ. ആ സമയത്ത് ഇതുപോലെ തന്നെ യു ഷുഡ് ഹാവ് ടു പ്രൊമോട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ബൈ പ്രൊമോട്ടിംഗ് ദീസ് കൈൻഡ്സ് ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, ബി വെരി ഗുഡ് ടീച്ചേഴ്സ് ഇൻ ഫ്യൂച്ചർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് യു ആർ ബിയർ സ്റ്റുഡൻസ് ആൻഡ് യു ആർ ഗോയിങ് ടു ബിക്കം വെരി that is teaching is a very noble profession, അല്ലെ? അങ്ങനെയൊക്കെ പറയും. ഓക്കെ, നമ്മൾക്കറിയാം മറ്റുള്ള ജോലിനേക്കാളും ഒക്കെ സാലറി മാത്രമല്ലല്ലോ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാലറി മാത്രം നോക്കരുത്, അതർവൈസ് ഇറ്റ്സ് എ വെരി നോബൽ പ്രൊഫഷൻ. നമ്മൾ കുട്ടികളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചും സ്നേഹിക്കും. അതുകൊണ്ട് തന്നെ ദറ്റ്സ് എ കൈൻഡ് ഓഫ് പോസിറ്റിവിറ്റി വിൽ ബി ദയർ ഇൻ യുവർ മൈൻഡ് ആസ് എ ടീച്ചർ. നല്ലൊരു ടീച്ചർ ആണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്, ക്രിയേറ്റിംഗ് ആൻഡ് ഇൻക്ലൂസീവ് സ്കൂൾ എന്ന് പറയുന്ന കോഴ്സ് വളരെ യൂസ്ഫുൾ ആണ് ഫോർ BEd സ്റ്റുഡൻസ്. ഓക്കെ, വെറുതെ എക്സാമിന് വേണ്ടിയിട്ടല്ല, അല്ലാത്ത രീതിയിലും അത് പ്രാക്ടിക്കൽ ആക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക, ആസ് യു ആർ ബീൻ അപ്പോയിന്റഡ് ആസ് എ ടീച്ചർ. Okay, thank you. Hope you have understood. Okay, thank you for listening.